യോ ഗായ്സ്, സോ എവരിബഡി വെൽക്കം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടൻറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് UCL പ്ലെയർ ഓഫ് ദി വീക്ക് വെച്ചിട്ടൊരു സ്കോഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ 2 മാച്ചസ് കളിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പച്ച പ്ലെയർ ഓഫ് ദി വീക്ക് അല്ല കേട്ടോ, UCLൻ്റെ വൈലറ്റ് കളർ പ്ലെയർ ഓഫ് ദി വീക്ക് ഇല്ലേ, അതാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന സ്കോഡ് നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ ഇട്ടതാണ്. എന്താണ് നമ്മുടെ പച്ച പ്ലെയർ ഓഫ് ദി വീക്ക് സ്കോഡ് ഇട്ടിട്ട് കളിക്കുന്നത്. അപ്പോൾ അതാരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് കിടക്കേണ്ടത്, അത് പോയി കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്കോഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. സോ എപ്പോഴത്തേയും പോലെ തന്നെ നമുക്ക് ഗോൾ കീപ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം ഗൈസ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഒരു ഗോൾ കീപ്പർ ഉള്ളൂ. UCLൻ്റെ നോക്കുകയാണെങ്കിൽ ആകെ ഫ്ലക്കൻ മാത്രമാണ് ഉള്ളൂ ഗൈസ്. പക്ഷേ അത്യാവശ്യം കിടിലാണ്. സ്റ്റാറ്റ്സ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, സ്റ്റാറ്റ്സിനാണ് വരുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം അറ്റാക്കിങ് ഗോൾ കീപ്പറാണെന്ന് തോന്നുന്നു. യെസ്, ഒഫൻസീവാണ്. സോ ഇനി സെൻറ്റർ ബാക്കിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് നമ്മുടെ മാർക്കിനോസ്. സ്റ്റാറ്റ്സ് ഞാൻ നോക്കിയിട്ടില്ല. ഫസ്റ്റ് കളിയാണോ? യെസ്, ഫസ്റ്റ് ഗെയിമായിട്ട് മാർക്കിനോസിൻ്റെ കിട്ടിയിട്ട് കുറച്ചാളായി കിട്ടിയിട്ട് ഞാൻ വേർക്കാറില്ല. മിക്കി വാൻഡവൻ ഈ കാർഡ് തീ കാർഡാണ് ഗൈസ്. തീ കാർഡാണ് കാണാം. 39 മാച്ച്, ഗോൾ 8 എണ്ണം. ഡബിൾ ടച്ചും ഉണ്ട്. കണ്ടോ, ഡബിൾ ടച്ചും ഉണ്ട് ഗൈസ്. ഡിഫെൻസീവിൽ വലിയ സ്റ്റാറ്റ്സ് ഇല്ല, കണ്ടോ, ഇത്രയും സ്റ്റാറ്റ്സ്. പക്ഷെ ബാക്കി എല്ലാത്തിനും ഉണ്ടോ, സ്പീഡ്, ആക്സിലറേഷൻ, കിക്കിംഗ് പവർ, സ്റ്റാമിന, ഇതൊക്കെ ഉണ്ട്. ഓവറോൾ എല്ലാം ഉള്ളൊരു കാർഡാട്ടോ. ഈ മാർക്കിനോസിനേക്കാളും ഇഷ്ടം എനിക്കിതാണ്. ഞാൻ കളിപ്പിച്ച് നോക്കിയിട്ടില്ല മാർക്കിനോസിനെ. സോ നോക്കി നോക്കാം. സോ നമുക്ക് ലെഫ്റ്റ് ബാക്കാണ് ഗൈസ്. ലെഫ്റ്റ് ബാക്ക് വെയിറ്റ് ഗൈസ്. ലെഫ്റ്റ് ബാക്കിൻ്റെ ആരും ഇല്ലേ? യോ ഗൈസ്, കറക്റ്റ് ഒരുത്തം മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എന്താ നൗരിയ അങ്ങനെ ഉണ്ടല്ലോ. ഓക്കെ, റൈറ്റ് നൗരി. സോ കളിപ്പിച്ചിട്ട് 2 മാച്ച് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, കറക്റ്റ് ഗൈസ്. കറക്റ്റ് എന്താണ്, ഒരെണ്ണം ഉണ്ടായുള്ളൂ. എന്തായാലും കൊള്ളാം. ഓക്കെ, ഇതില്ലാതെ ഞാൻ തെണ്ടിപ്പോയാണ് ഗൈസ്. ഇനി റൈറ്റ് ബാക്കിലേക്ക് അത്യാവശ്യം കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്. ലൈക്ക് നമ്മുടെ ലൂക്കാസ് വാസ്കസ് ഉണ്ട്, പിന്നെ മറ്റേ ബെഞ്ചമിൻ പവാർഡ് ഉണ്ട്. ഈ ഇനാസിയോനെ യൂസ് ചെയ്തിട്ടില്ല ഗൈസ്. ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കിയാലോ, സബിലിട്ടേക്കാം അല്ലേ. ലെഫ്റ്റ് ബാക്കിന് മെൻഡസ് ഉണ്ട് ഗൈസ്. ഞാൻ കാര്യം ഓർത്തില്ല. ന്യൂനോ മെൻഡസ് ഉള്ളപ്പോൾ എന്തിനാണ് ഞാൻ എന്ത് മണ്ടനാണ് ഗൈസ്. ന്യൂനോ മെൻഡസ് ഉണ്ട്. ഞാനത് ഒഡേഗാർഡൊക്കെ ഇതോടെ കിടക്കണേ. ഒഡേഗാർഡ് തൽക്കാലം പറ്റാക്കി കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് ബാക്കിലേക്ക് പോകുമ്പോൾ പവാർഡുണ്ട് ഗൈസ്. പക്ഷെ നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ ഇവനിറക്കാം. അരെ ലൂക്കാസ് വാസ്കേസ്. കുറച്ച് കളി കളിപ്പിച്ചിട്ടുണ്ട് ഞാൻ. 65 മാച്ച് ഞാൻ കളിപ്പിച്ചിട്ടുണ്ട്. 2 goals 2 assists. നൈസാണ് ഇതിന്. സോ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ പെട്ട് ഗൈസ്. എൻ്റെ കയ്യിൽ പച്ച പ്ലെയർ ഓഫ് ദി മാത്രമാണ് ഗൈസ് ഉള്ളൂ. അതാണ് ഇച്ചിരി സീൻ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് സെൻറ്റർ മിഡ് ആക്കാം. എന്നിട്ട് ഇവനെ പിടിച്ച് വിടണം. സെറ്റ്. അപ്പോൾ ഇനി അറ്റാക്കിംഗ് മിഡില്ലേ? അറ്റാക്കിംഗ് മിഡ് റാഷ്ഫോർഡ് കളിക്കില്ല ഗൈസ്. പണി പാടിയാ. ഇവൻ കളിക്കുമല്ലോ, ലീസ. യെസ്, ലീസ ഉണ്ട്. അനദർ വൺ ഗൈസ്. വീണ്ടും പണി പാളി. അറ്റാക്കിംഗ് മിഡില്ല ഗൈസ്. സോ ഫോർമേഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഞാൻ ഫോർമേഷൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. സോ 4-1-1-4 ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവർ 2 വെച്ച് താഴത്തേക്ക് ഇറക്കിയിടാം. ഓക്കെ, കുറച്ച് ഷേപ്പ് ആയിട്ടില്ലേ ഗൈസ്. ഓക്കെ, ഇത് സെറ്റാണ്. ഇനിയിപ്പോൾ സെറ്റല്ലേ? യെസ്. ഇനി നമുക്ക് റൈറ്റ് വിങ്ങിലോട്ട് പോകുമ്പോൾ ഇറ്റ്സ് ഈസ് റോഡ്രിഗോ. ലെഫ്റ്റ് വിങ്ങിൽ നോ ഡൗട്ട് വിനീഷ്യസ് ജൂനിയർ. സ്ട്രൈക്കറിലേക്ക് നമുക്ക് ഇവനെ പിടിച്ചിടാം ഗൈസ്. ഇവനെ കളിപ്പിച്ച് നോക്കിയിട്ടില്ല. CF പോച്ചറാണ്. ഫിനിഷിങ് എത്രയുണ്ട് മോനെ? 78 കുഴപ്പമില്ല. സ്റ്റാറ്റ്സ് ഒന്നുമില്ല. നെക്സ്റ്റ് വൺ ഈസ് ലൗട്ടാറോ മാർട്ടീനസ്. സെറ്റായി. അല്ലെങ്കിൽ റാഷ്ഫോർഡിന് ഇറക്കിയാലോ? റാഷ്ഫോർഡിന് ഇറക്കിയോ ഗൈസ്? റാഷ്ഫോർഡ് ഞാൻ കളിപ്പിച്ചിട്ടുണ്ട്, അത്യാവശ്യം കളിപ്പിച്ചിട്ടുണ്ട്. കണ്ട 31 കളിപ്പിച്ചിട്ടുണ്ട്, 16 ഗോൾസും. സോ സീനാണ് ചങ്ങായി. ഓക്കെ,
സോ റാഷ്ഫോർഡ് കളിക്കട്ടെ. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്, നമ്മുടെ UCL പ്ലെയർ ഓഫ് ദി വീക്ക്. സോ നമുക്കെന്തായാലും മാച്ച് കളിച്ച് നോക്കല്ലേ. ലെറ്റ്സ് ഗോ. സോ ഗൈസ്, നോക്കി വെക്കാം. ഓക്കെ, സോ പോണിതിനെ കിട്ടിയിട്ടുണ്ട്. പെസ്കറബി നോക്കി വെക്കാം. ഓക്കെ, എല്ലാവരും സെറ്റല്ലേ? യെസ്, മിക്കവാനും ഫോമാണ്. ഇതൊന്ന് ശരിയാക്കട്ടെ ഗൈസ്. ലെറ്റ്സ് ഗോ. ഈ ഹോൾ പ്ലെയർ അല്ലേ? ഹോൾ പ്ലെയറാന്ന് തോന്നുന്നു. റൂമിങ് ഫ്ലാങ്കാണ്. ഓക്കെ, നോക്കി വെക്കാം. ലെറ്റ്സ് ഗോ. സോ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ പച്ച പ്ലെയർ ഓഫ് ദി വീക്കാണോ അതോ UCLൻ്റെ വൈൽഡ് പ്ലെയർ ഓഫ് ദി വീക്കാണോ നല്ലത് നമുക്ക് നോക്കി വെക്കാം. സോ ലെറ്റ്സ് ഗോ. വിനിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് എൻ്റെ പ്രതീക്ഷ. വിനി, റാഷ്ഫോർഡ്, റോഡ്രിഗോയും സീനാണ് കേട്ടോ. സോ അവന്മാരാണ് ടച്ച്. എന്നത്തെ പോലെ ഡബിൾ അറ്റാക്ക് അത് വിടത്തില്ല. ഫസ്റ്റ് തന്നെ ഒരു ഗോൾ അടിക്കുമോ എന്നൊരു ഡൗട്ട്. ഫ്ലക്കൺ വിനീഷ്യസിലേക്കാണ് പോയത്, കുഴപ്പമില്ല. ഓക്കെ, റാഷ്ഫോർഡ് ഫ്രോഡാണ് കേസ്. റാഷ്ഫോർഡ് എടുക്ക്. ഓക്കെ എടുത്ത്. കേസ് വിനി. മോനെ അടിക്കടാ. വിനി എന്തെന്നാടാ കാട്ടിയത്? ഇത്ര നൈസായിട്ട് ഡ്രിബിൾ ചെയ്ത് പോയിട്ട് മോയെന്ത് കാട്ടിയത് കണ്ടില്ലേ? കേസ് ലൂക്കാസ് വാസ്കസ് റയൽ മാഡ്രിഡിലെ ലെജൻഡാണ്. സോ ആക്ച്വലി ആളിപ്പോൾ മറ്റോടത്താണ്, നമ്മുടെ എന്താ ബയർ ലെവർകൂസനിലാണ്. ഓക്കെ, വിനി. ഓക്കെ, വിനി ഫേക്ക് ഷോട്ട്. വിനി എടാ. കേസ് വിനി ഗോ. വിനി ഏട്ടാ, വിനി അത്യാവശ്യം കളിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, റോഡ്രിഗോ ഗോസ് ഏട്ടാ. ഓക്കെ, ഒടേഗാർഡിനൊന്നും കാണാനും കൂടി ഇല്ലളിയാ. എന്തിത്തരം കാട്ടല്ലേ മാർക്കീനോസ്. ഗോളിയിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല, കാരണം ഓക്കെ ഒലീസ് ടു വിൻ. ഓക്കെ, വീണ്ടും ഒലീസ്. ഇറ്റ്സ് മൈക്കിൾ ഏട്ടാ. കുഴപ്പമില്ല ഗൈസ്, ഞാൻ വിചാരിച്ച് ഓൺ ടാർഗറ്റ് പോകുന്നു, പക്ഷെ പോയില്ല. കേസ് ഒലീസ് അടിച്ച്. യെസ്, ലെറ്റ്സ് ഗോ. ഒലീസ് അടിച്ചിട്ടുണ്ട്. സോ 1-0 ഗൈസ്. സോ ഇനിയും ഗോള് പെട്ടെന്ന് വരായിരിക്കും. ചെറിയ ടീമല്ലേ, പിന്നെ ഉള്ള അത് വലിയ ഡിഫിക്കൽട്ടൊന്നും ഉണ്ടാകത്തില്ല. യെസ്, റോഡ്രിഗോടാ. ഓ ഗൈസ്, വിനി അടിച്ചിട്ടാ. ഓക്കെ, നൈസ് ഗോൾ. ഞാൻ വിചാരിച്ച് കയറില്ല എന്നാണ് വിചാരിച്ചത്. കണ്ടോ, അവിടുത്തെ പിന്നെ പോയെന്ന് വിചാരിച്ചാൽ കിട്ടി. സോ ഇനി ഗോൾ അടിച്ചു. സോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ഗൈസ്. സോ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നോക്കുകയാണെങ്കിൽ മോശം റിസൾട്ടാണ് ഗൈസ്, കാരണം 2-0 അതും ആയിട്ട്. സോ അത് ഇച്ചിരി നാണക്കേടാണ്, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, വിനി ടു റാഷ്ഫോർഡിനൊക്കെ ഇപ്പോഴും പന്ത് കിട്ടുന്നതെന്ന് തോന്നുന്നു ഗൈസ്. ഓപ്പോണൻ്റ് ഗോൾ അടിച്ചിട്ട് ഗൈസ്, കോമഡിയാണ് സാധനം. ഇപ്പോൾ ഗോൾ കയറി വരും, ഞാൻ കിട്ടിയതാണ്. അങ്ങനെ കയറി ബാക്ക്രോ പോസ്റ്റ് തട്ടി കയറി. 2-1 അത് ആയിട്ട് നോക്കണം. ഇതൊക്കെ ഒരു അവസ്ഥ. റോഡ്രിഗോ മോനെ ചെല്ല്. ഇപ്പുറത്ത് റയൽ മിഡ്ഫീൽഡറാണ് ഗൈസ്, അല്ല റയൽ വിങ്ങേഴ്സ്. എന്തപ്പിയ എൻ്റെ പൊന്നു മോനെ അടിക്ക്. ലക്കില്ല ഗൈസ്, നമുക്ക് ലക്ക്. ഓക്കെ, നമുക്കെന്തായാലും നേരത്തെ ഓഫ് സൈഡ് അല്ല ഗൈസ്, അല്ല വാൻഡവൻ ഗൈസ്. ഡബിൾ ടച്ച് ആൻഡ് ബൂം ഇതല്ലേ പറയാ. വാനെടുക്കും ഡബിൾ ടച്ച് ഇടും. ഈസി. ഇറ്റ്സ് വിനീഷ്യസ് ജൂനിയർ. എട്ടാ പോസ്റ്റ്. ഓക്കെ, വിനീഷ്യസിൻ്റെ ക്രോസ്, റോഡ്രിഗോയുടെ ഹെഡർ. റാഷ്ഫോർഡ് അടിക്കുമത്തെ കേറിയേസ്. റാഷ്ഫോർഡ് അടിച്ചിട്ടുണ്ട്, എന്തായാലും കൊള്ളാം. സോ 4-1 നമ്മൾ തന്നെ ജയിക്കും. 85 മിനിറ്റിലെ ലൗതാറോ മാർട്ടീനസ്. ഭാഗ്യവാനാണ് കേസ്. ഞാൻ മനസ്സിലായില്ല, ഞാൻ ഭാഗ്യവാനാ.
വിനിയാണ് ഡേമനെ. ഗൈസ് അപ്പോൾ ഫുൾ ടൈം കഴിഞ്ഞിട്ടുണ്ട്. 4-1 നമ്മൾ ജയിച്ചു. വിനി മാൻ ഓഫ് ദി മാച്ചാ. ഒരു ഗോൾ അടിച്ചായിരുന്നു, 2 ഗോൾ അടിച്ചോ അറിയില്ല. എന്തായാലും നമ്മുടെ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. 50 കോയിനും കിട്ടി, സന്തോഷം. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് മാച്ചിലോട്ട് പോയാൽ നോക്കാം, അതായത് ലാസ്റ്റ് മാച്ച്. കേസ് അപ്പോൾ ലാസ്റ്റ് മാച്ചിൽ ഒപ്പോണൻ്റ് ആരായിരിക്കും? ഇറ്റ്സ് ടൊറീനോ FC. സോ ഗൈസ് അപ്പോൾ മാച്ച് എന്തായാലും സ്റ്റാർട്ടായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, റാഷ്ഫോർഡ് ഏട്ടാ ഈ കളിയിൽ നമുക്ക് ലക്കില്ല എന്നിട്ട് കേസ് തോന്നണം. ലൗത്ത്. ഓക്കെ ലൂക്കാസ് വാസ് യെസ്. റാഷ്ഫോർഡ് യെസ്. റോഡ്രിഗോ. ഗൈസ് അവന്മാരടിച്ച് അവന്മാർ കളിയിൽ ലീഡ് എടുത്തിട്ടോ ഗൈസ്. അത് അത് പൊട്ടക്കളിയുടെ കളിക്കുന്നത്. ഞാൻ റോക്കറ്റ് അടിച്ചോ ഗൈസ്. ഇമാതിരി ചെറിയ ടീമായിട്ടോ അത് ആയിട്ടിന് ലീഡ് ചെയ്യാതെ തോറ്റി നിൽക്കുകയാണ് ഗൈസ്. എന്താണെന്നറിയില്ല. കമോൺ വിനി. ഗൈസ് അഗെയിൻ വിനി അടിമോനെ. ഏതാ സാധനം. ഗെയിം ലോഡാവണം കൂടി ഇല്ല, അടിയുണ്ട്. ഓക്കെ ഇറ്റ്സ് 1-1. ലോട്ടാരോ മാർട്ടീനസ് അടിച്ചോ ഏട്ടാ. ലോട്ടാരോ ഏട്ടാ, എന്ത് ചാൻസാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. 1-1. സോ എത്ര ഷോട്ട് അടിച്ചു നോക്കി, 9 ഷോട്ട് 7 on ടാർഗറ്റ്. ഗൈസ് മാർട്ടീനസ് അടിച്ചോ. പവർ കുറഞ്ഞു പോയി ഗൈസ്, ഞാൻ നിൽക്കിയത്. കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ഒരു ഷോർട്ട് കോർണർ കിട്ടിയിട്ടുണ്ട്. സോ ഇതെനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഏട്ടാ ഗൈസ് റോഡ്രിഗോ. എന്താ ഗൈസ് ഒലീസെ. മെൻഡസ് അടിച്ചടാ. ഗൈസ് എനിക്ക് ഇപ്പോഴും മനസ്സിലായത്, ഞാൻ ഡബിൾ അറ്റാക്ക് ഇട്ടിട്ടില്ല, വെറുതെ അല്ല. ഞാൻ ഓർക്കേണ്ടത് ഗോൾ അടിക്കാൻ പറ്റാത്തത്. ഇനി പെട്ടെന്ന് ഗോൾ കയറും നോക്കിയോ. ഞാൻ ഡബിൾ അറ്റാക്ക് ഇടാൻ മറന്നുപോയി ഗൈസ്, അതാണ് പറ്റിയത്. ഗോള് പറി ഗൈസ്. റാഷ്ഫോർഡ് അടിച്ചു. ഏതാ സാധനം പറഞ്ഞില്ല, ഡബിൾ അറ്റാക്ക് ഇട്ടാൽ കളി പവറാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഏതാ സാധനം വെടിച്ചില് സാധനം. ലാസ്റ്റ് മില്ലിലെ റാഷ്ഫോർഡ് ആട്ടോ ഗൈസ്. വിനി ഞാൻ പറഞ്ഞ ഗൈസ്, ഡബിൾ അറ്റാക്ക് ഇട്ടാൽ ഞാൻ തീയാന്ന് എനിക്കറിയാലോ. ഇതാണ് ഡബിൾ അറ്റാക്കിൻ്റെ പവർ. 3-1. ഏതാ സാധനം കംബാക്ക് കളി. ഓക്കെ ന്യൂനോ മെൻഡസ് അടിക്ക്. റോഡ്രിഗോ യെസ്. ഒലീസയുടെ ഹെഡ്. ഒലീസ് തന്നെയല്ലേ ഹെഡ് ഇത്. 4-1 ഗൈസ്. 4-1 ഗൈസ്. അവന്മാർ വീണ്ടും അടിച്ച്. വിനിയുടെ മിസ്റ്റേക്ക് ആട്ടോ ഇത്. നോക്കി കണ്ടാ. അവന്മാർ പാസ് കൊടുത്തടിച്ചു. ഓഫ് സൈഡ്. 4-2 ആക്കിയിട്ട് ഗൈസ്. എന്നാലും അവന്മാർ ഗൈസ് ലാസ്റ്റ് മിനിറ്റ് ആയിട്ടോ. ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലാസ്റ്റ് ഗെയിം കഴിഞ്ഞിട്ടുണ്ട്. സോ 4-2 അഗെയിൻ വിനീഷ്യസ് തന്നെയാണ് ഗൈസ് നമ്മുടെ മാൻ ഓഫ് ദി മാച്ച്. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വീണ്ടും കാണാം. പീസ് ഔട്ട്.